ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാരതം ലോകഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രകാശമേറിയ പദങ്ങളിലൊന്ന് അതായിരിക്കും ശാന്തി. ഭാഷ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രകാശിപ്പിക്കുന്നതാണ്, ഭാസുരമാക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഈ പദം കൊണ്ടും ഭൂമി പ്രകാശിക്കുന്നുണ്ട്. തുല്യമായ പദം ബൈബിളിൽ നിന്ന് കിട്ടുന്ന ഷാലോമ. ഒരുപക്ഷെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ ഉപയോഗിക്കുന്ന പീസ് എന്ന് പറഞ്ഞ പദം ഇതിന് തുല്യമല്ല. ഇതോട് ചേർന്ന് നിൽക്കുന്ന പദമാണ്. പക്ഷെ എൻ്റെ ആന്തരിക അടരുകളിൽ വലിയ അകലമുണ്ട് താനും. അതൊക്കെ നന്നായിട്ട് ധ്യാനമുള്ള മനുഷ്യർക്ക് നേരത്തെ വെളിപ്പെട്ട് കിട്ടിയിരുന്നു. T.S. എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ്, തരിശുഭൂമി എന്ന് പറയുന്ന ആ ദീർഘമായ ആ കവിത, വിഖ്യാതമായ കവിത, ഏപ്രിൽ മാസങ്ങളിലേക്ക് വെച്ച് ഏറ്റവും ക്രൂര എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ശാന്തി, ശാന്തി, ശാന്തി. ആംഗലേയ കവിക്ക് പീസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം ഭാരതത്തിൽ നിന്ന് ശാന്തി എന്ന് പറഞ്ഞ വാക്ക് കണ്ടെത്തിയത്? അത് സമാധാനം എന്ന് പറയുന്നൊരു ട്രാൻസ്ലേഷൻ പോലും ഒരുപക്ഷെ വരുംകാലങ്ങളിൽ നമ്മുടെ വേദവിവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഷാലോമിന് തുല്യമായ വാക്ക് സമാധാനമല്ല. അത് ഭാരതം ഉപയോഗിക്കുന്ന ശാന്തി, ഷാലോം എന്ന പദമാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. അത് ശാന്തി എന്ന് പറഞ്ഞ പദമായിരിക്കും തുല്യമായിട്ടുണ്ടാവുക. ഒരുപക്ഷെ ഭാരതീയ ബിംബങ്ങളോടോ കൽപ്പനകളോടോ ഒക്കെ ഉള്ള ഒരു നിരുന്മേഷതയൊക്കെ ആയിരിക്കണം ആദ്യകാല വിവർത്തനങ്ങളിൽ നിന്ന് ഈ പദത്തെ മാറ്റി നിർത്താനുള്ള കാരണമെന്ന് ഞാൻ വെറുതെ അങ്ങ് നിരീക്ഷിക്കുക. അപ്പോൾ ശാന്തിയിലേക്കുള്ളൊരു ക്ഷണമുണ്ട്. പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ ആ ശാന്തിയിലേക്കുള്ള ക്ഷണവുമായിട്ടാണ് ആരംഭിക്കുന്നത്. ഒരു കരിയിൽ അനങ്ങിയാൽ പോലും ഇങ്ങനെ സമാധാനം കെട്ടുപോകുന്ന കുറേ മനുഷ്യര്, ഇടയന്മാരാ. അവരടുക്കലേക്ക് ഇങ്ങനെ പരസഹസ്രം മാലാഖമാർ വന്നിട്ട് പറഞ്ഞു, ആ ഭൂമിയിലെ മനുഷ്യന് ശാന്തി. ക്രിസ്തുവിൻ്റെ വരവ് തന്നെ ഈ മനുഷ്യരാശിയുടെ ശാന്തിക്ക് വേണ്ടിയാണ്. ഒടുവിൽ സുവിശേഷം അവസാനിക്കുമ്പോൾ നമുക്കറിയാം, പിന്നെ പുറത്തിറങ്ങാൻ ധൈര്യപ്പെടാതെ ഒരു മുറി അടച്ചകത്തിരിക്കുന്ന ഒരമ്മയും ആ അമ്മയ്ക്ക് കർമ്മം കൊണ്ട് കിട്ടിയ 11 മക്കൾ, ഒരാൾ ഇടയിൽ നഷ്ടമായിട്ടുണ്ട്. അവരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് ക്രിസ്തു പറയുന്നു ശാന്തി. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സമാധാനമാണ്, ഷാലോമാണ് ക്രിസ്തു ഭൂമിക്ക് നൽകിയ പാർട്ടിംഗ് ഗിഫ്റ്റ്. മടങ്ങിപ്പോകുമ്പോൾ ഒരാൾ കൊടുത്തിട്ട് പോകുന്ന സമ്മാനം വളരെ പ്രഷ്യസായൊരു സമ്മാനമാണ്. എന്താ ഈ സമാധാനവും ശാന്തിയും തമ്മിലുള്ള വ്യത്യാസം? സമാധാനം കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഭൗതിക സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ലഹള നടക്കുന്നിടത്ത് ആകാശത്തേക്ക് ഒരു വെടി ഉതിർത്ത് പോലും നിങ്ങൾക്ക് സമാധാനം നിലനിർത്താൻ പറ്റും. കൃത്യമായ അതിർത്തികളുണ്ടെങ്കിൽ, മുൾവേലുകളുണ്ടെങ്കിൽ, ചട്ടങ്ങളുണ്ടെങ്കിൽ, നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ സമാധാനമൊക്കെ നിലനിർത്താൻ പറ്റും. പക്ഷെ അതിൻ്റെ അർത്ഥം അതൊരു ആന്തരികമായ അനുഭവമോ പ്രകാശമുള്ള അടരോ ഒക്കെ ആയിട്ട് മാറുന്നുള്ളതല്ല. അത്തരം സമാധാനങ്ങൾ ഒരു അന്വേഷണം കൊടുക്കുന്നില്ല. അത് ആ സമാധാനത്തിലൊക്കെ ഏർപ്പെടുന്ന കരുതുന്ന ഇടങ്ങൾക്ക് ചുറ്റും ഗുണപരമായ യാതൊരു തരംഗങ്ങളും കൊടുക്കുന്നില്ല. കൃത്യമായിട്ട് നമുക്ക് നിരീക്ഷിക്കാവുന്നൊരു കാര്യം ഇത്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഒരു കവി എഴുതിയിരിക്കുന്ന കവിത കണക്ക്, നമ്മുടെ സമാധാനം എന്നൊക്കെ പറയുന്നത് ഈ കരിമരുന്ന് പുരയ്ക്കും ഒരു തീപ്പെട്ടിക്കോലിനും ഇടയിലുള്ള ദൂരം. ആ ദൂരം ഇങ്ങനെ തീരെ കുറഞ്ഞില്ലാതെ ആയിക്കൊണ്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇത് ആളിപ്പെടരാം. പലപ്പോഴും ഈ വലിയ കൊടുങ്കാറ്റിന് മുമ്പിൽ നിശബ്ദം എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു അനുഭവമാണ് സമാധാനം. ശാന്തി കുറേ കൂടി ഗുണപരമായ അനുഭവമാണ്. അതിങ്ങനെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുന്ന ഒന്നാണ്. ഗുരുക്കന്മാർ നമ്മളെ കൈപിടിച്ചുകൊണ്ട് പോകുന്നത് അത്തരമൊരു അനുഭവത്തിലേക്കാണ്. അതുകൊണ്ടൊക്കെയാണല്ലോ സങ്കീർത്തനങ്ങളിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം. എന്താണത്? കർത്താവ് എന്നെ സ്വച്ഛമായ ജലാശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ജലാശയത്തിൽ പോലും ഇല്ല ഒരു ഓളം. ഒരു കൗതുകരമായ നിരീക്ഷണം ഇതാണ്. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും സ്വർഗീയ ജെറുസലേമിലുണ്ടെന്നൊക്കെ വെളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട്. പക്ഷേ കടപ്പുറത്തുനിന്ന് ഉള്ള ഒരാളെന്ന നിലയിൽ എന്നെ പരിഭ്രമിച്ച ഒരു കാര്യം ഇതാണ്. വളരെ വ്യക്തമായിട്ട് ഈ വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സ്വർഗീയ ജെറുസലേമിൽ കടലില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അത് നമ്മളെ വല്ലാതെ ഭയപ്പെടും. കാരണം കടൽ നമുക്ക് അത്രയും നമ്മുടെ പാഷനാണ്. കടലില്ലാത്തൊരു ജീവിതത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നീട് ഞാൻ അതിനെ കുറച്ചുകൂടി എന്ത് മെഡിറ്റേഷൻ വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. ഈ കടലില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജലാശയത്തിൽ പ്രക്ഷുബ്ധയില്ല എന്നുള്ള. കാരണം കടലെന്ന് പറയുന്നത് ഇങ്ങനെ ഇളകി പറയുന്ന ഇടമെന്ന്. അലകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രക്ഷുബ്ധമായ ജലാശയം എന്ന് തന്നെ കടലെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ എല്ലാത്തിലേക്കും ശാന്തിയിലേക്ക് എത്തുന്ന, നിത്യശാന്തിയിലേക്ക് മനുഷ്യരെത്തുന്ന ഒരിടം. നിത്യശാന്തിയെ റെഫർ ചെയ്യാനായിട്ട്
ബൈബിൾ കണ്ടെത്തുന്ന ആ പ്രതീകമാണല്ലോ ഈ പുതിയ ജെറുസലേം എന്ന് പറയുന്നത്. ആ ഇടത്തിൽ അലകൾ ഉണ്ടാകാൻ പാടില്ല. കടലുണ്ടായിരിക്കും, പക്ഷെ ആ കടൽ ഒരു നിശ്ചിത തടാകം കണക്ക് വളരെ ശാന്തമായിരിക്കും. അപ്പോൾ ഇത്തരമൊരു ശാന്തിയിലേക്കാണ് അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കർത്താവ് എന്നെ നിശ്ചലമായ ജലാശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വിശേഷം ആടുകൾക്ക് നീർത്തടങ്ങളില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അതിൻ്റെ അഡ്ജക്റ്റീവാണ് നമ്മൾ മെഡിറ്റേഷന് വേണ്ടി പ്രേരിപ്പിക്കേണ്ടത്. ആ നിശ്ചലമായ ജലാശയത്തിലേക്ക്. എന്താണ് ഈ ശാന്തി എന്ന് പറയുന്നത്? അതിങ്ങനെ ഷാലോം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്. സമഗ്രതയിൽ നിന്ന് പൂവിടുന്ന സ്വസ്ഥവും സമാധാനവും ഒരു സംയമനവും ഒക്കെയാണ് ശാന്തി കൊണ്ട് അർത്ഥമാക്കുക. അതായത് ശാന്തി അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഒരാളിങ്ങനെ സമഗ്രതയിൽ ജീവിക്കുമ്പോൾ അയാളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ബൈ പ്രൊഡക്റ്റോ ഒരു പാർശ്വഫലം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ശാന്തി. ശാന്തി മാത്രം തിരഞ്ഞു നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ചെറുപ്പത്തിലൊക്കെ നമ്മൾ വായിച്ച് കേട്ട കഥ കണക്ക് കടലിൽ ഒരു ക്ഷേത്രമുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ കുറേ അധികം മണിനാദങ്ങൾ കേൾക്കാമെന്നൊക്കെ ധരിച്ച ഒരു കുട്ടി, അങ്ങനൊരു സങ്കല്പമുണ്ട് കടപ്പുറത്ത്. അപ്പോൾ ഈ കുട്ടി ഈ മണിനാദം കേൾക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, കുട്ടി മണിനാദം കേട്ടിട്ടില്ല. വാർദ്ധക്യത്തിലെത്തിയ ഈ പഴയ കുട്ടിയോട് ഒരു പൈത്യക്കാരൻ പറഞ്ഞു കൊടുത്തു, നിനക്കതൊരിക്കലും കേൾക്കാൻ പറ്റില്ല. എന്താ കാര്യം? നീ അതിനെ മാത്രം ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും കേട്ടിട്ടില്ല. ചുറ്റിനും എന്തൊക്കെ ശബ്ദങ്ങൾ വേറെയുണ്ട്. അലകളുടെ ശബ്ദമുണ്ട്, കിളികളുടെ ശബ്ദമുണ്ട്, കുട്ടികളുടെ ആരവങ്ങളുണ്ട്, കമ്പോളത്തിൽ നിന്നുള്ള ഉറക്കെയുള്ള വർത്തമാനങ്ങളുണ്ട്. ഇതൊന്നും നീ കേട്ടിട്ടില്ല. നീ അവയെ കേൾക്കാതെ ഇതിലേക്ക് എത്താൻ പോകുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ അതിനെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ശബ്ദങ്ങളും ഇങ്ങനെ ആൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇയാളിങ്ങനെ കണ്ണും പൂട്ടി ഇരുന്നപ്പോൾ അയാൾക്ക് അയാളുടെ ഉള്ളിൽ നിന്ന് ആ ഈ കടലിനടിയിൽ മറഞ്ഞുപോയ ക്ഷേത്രത്തിലെ ശബ്ദം, അതിനകത്തു നിന്നുള്ള മണിനാദങ്ങൾ ഇയാൾക്ക് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അതങ്ങനെ ഒരു കാര്യമാണ്. ഈ കാര്യം മാത്രമായിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ടോട്ടലായിട്ട് അനുഭവിക്കുന്ന ഒരു സമഗ്രതയിൽ നിന്ന് മാത്രം സംഭവിക്കേണ്ട അനുഭൂതിയുടെ പേരാണ് ശാന്തി. ഇപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ബൈബിൾ വെച്ച് നീട്ടുന്ന ഷാലോം എന്ന് പറയുന്ന പദത്തെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാവുന്നേ ഉള്ളൂ. ഒരാളുടെ സമഗ്രതയിൽ നിന്ന് പോവിടുന്ന സ്വസ്ഥവും സംയമനവും ഒക്കെയാണ് ഈ ഷാലോം അല്ലെങ്കിൽ ശാന്തി കൊണ്ടൊക്കെ അർത്ഥമാക്കുക. സമഗ്രതയാണ് ബൈബിൾ വെച്ച് നീട്ടുന്ന ഏറ്റവും നല്ല സങ്കല്പം. സമഗ്രതയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യോഹന്നാൻ ഉപയോഗിക്കുന്ന ചില പ്രതീകങ്ങൾ കൂടി നമ്മളൊന്ന് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന നല്ലതാണ്. ക്രിസ്തുവിനെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിസ്താനുഭവത്തെ സൂചിപ്പിക്കാനായിട്ട് യോഹന്നാൻ കണ്ടെത്തുന്ന 2 പ്രതീകങ്ങൾ. ഒന്ന് ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ അങ്കിക്ക് തുന്നലില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അടിമുടി ഒരാളൊറ്റ, അകവും പുറവും ഒറ്റ. ഈ തുന്നലില്ലാത്തത് കൊണ്ടാണല്ലോ, തുന്നലുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ ഉടുപ്പിന് അകവും പുറവും ഉള്ളത്. തുന്നലില്ലാത്ത നിമിഷം തൊട്ട് പിന്നെ അകവും പുറവും ഇല്ല. അർത്ഥം ഒരാൾ ജീവിച്ചിരുന്ന ജീവിതത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യോഹന്നാൻ കണ്ടെത്തിയ പ്രതീകമാണ് സീംലെസ് ഗാർമെൻറ്റ്. അവൻ്റെ ആ ജീവിതത്തിന് തുന്നലില്ലായിരുന്നു, അവൻ്റെ കുപ്പായത്തിന് തുന്നലില്ലാത്തതുപോലെ. മറ്റൊരു പ്രതീകം 153 മത്സ്യങ്ങൾ കുരുങ്ങിയിട്ടും വലക്കണ്ണി പൊട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിങ്ങനെ സുവിശേഷം തീരാറാകുമ്പോഴേക്കും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, അവർ വലയെറിഞ്ഞു, വലയിൽ 153 മത്സ്യം കുരുങ്ങി, എന്നിട്ട് 153 മത്സ്യം കുരുങ്ങിയിട്ടും ഈ വലക്കണ്ണി പൊട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാം ഉണ്ട്. കുറച്ച് കുസൃതിയുണ്ട്, കുറച്ച് കവിതയുണ്ട്, കുറച്ച് കുറുമ്പുണ്ട്, ഇത്തിരി കുന്നായ്മ കൂടിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ വലക്കണ്ണിക്ക് പൊട്ടുണ്ടാവുന്നില്ല. ഒരാളിങ്ങനെ ഹോളായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കർമ്മത്തിൻ്റെ പേരാണ് സമാധാനം എന്ന് പറയുന്നത്, അല്ല സമഗ്രത എന്ന് പറയുന്നത്. ടോട്ടൽ വൺ സെയിം ആൻഡ് ദ ഹോൾ. ബുദ്ധയെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ബുദ്ധ ഇൻ ദ മിഡിൽ ഈസ് ബുദ്ധ, ടോ ഹീസ് ബുദ്ധ ആൻഡ് ഇൻ ദ ടോ ഹീസ് ബുദ്ധ. ഇങ്ങനെ അടിമുടി മനുഷ്യൻ ഒറ്റയാണെന്ന് പറഞ്ഞു, ഏകമാണെന്ന് പറഞ്ഞു. അപ്പം അത് ഇങ്ങനെ കടൽ ജലത്തെക്കുറിച്ച് പറയുന്ന കണക്ക് തന്നെയാണ്. കടൽ ജലം ഇപ്പോൾ എവിടെ നിന്ന് എടുത്താലും, മരുതിരപ്പള്ളി നിന്ന് എടുത്താലും, പൂത്തുറയിൽ നിന്ന് എടുത്താലും, തുമ്പോളി കടപ്പുറത്ത് നിന്ന് എടുത്താലും ഈ കടൽ ജലം എല്ലായിടത്തും ഒന്ന് തന്നെയെന്ന് പറയുന്ന കണക്ക് ഒരാൾ അടിമുടി അയാളുടെ ഏത് അംശങ്ങളിൽ ഒറ്റയായിരിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് സമഗ്രത. ഇതിന് വിപരീത പദങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു ഒരു സാത്താനോട് പേര് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ പേര് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്താ കാര്യം? ഞങ്ങൾ 100 പേരാണ്. ഒരാളിൽ തന്നെ ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തു നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് ഒരാളിങ്ങനെ ഹോളായിട്ട് ജീവിക്കുമ്പോൾ അയാൾ അനുഭവിക്കുന്ന, അയാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു അനുഭൂതിയുടെ പേരാണ് ശാന്തി. അത്തരം ഒരു സമഗ്രത ഒരാൾ അനുഭവിച്ചു തുടങ്ങുമ്പോൾ അയാൾ താൻ നിൽക്കുന്ന ഇടങ്ങൾക്കും ഈ ശാന്തി ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ടാണല്ലോ ചില മനുഷ്യരുടെ അടുക്കലിരിക്കുമ്പോൾ, ചില മനുഷ്യരെ കാണുമ്പോൾ, ചില മനുഷ്യരുടെ ദർശനത്തിലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ പേരിടാനാവാത്ത ശാന്തി വരുന്നത്. ക്രിസ്തു ഈ ശാന്തി കണ്ടെത്തി
ഈ ശാന്തി വൈബ്രേറ്റ് ചെയ്ത് ജീവിച്ചെന്നുള്ളതാണ് അവിടുത്തെ ജീവിതവുമായിട്ട് നമുക്ക് പറയാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം. എല്ലായിടത്തും ക്രിസ്തു ഈ പറയുന്ന ആ സംയമനവും സ്വസ്ഥയും നിലനിർത്തിയിട്ടുണ്ട്. ബൈബിളിലെ 1-2 ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. വഞ്ചി ഉലയുക. ആ വഞ്ചി ഇങ്ങനെ ഉലയുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു ക്രിസ്തു ഇങ്ങനെ അമരത്ത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയ. ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് സങ്കല്പിക്കാവുന്ന വെച്ചാൽ ഏറ്റവും നല്ല ചിത്രം ഇതാ. ഒരാളുടെ വഞ്ചി ഉലയാതിരിക്കുന്നില്ല. വഞ്ചി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഉലയാൻ വേണ്ടിയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൈസ്തുകളിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും ചില അടിസ്ഥാന സ്വാസ്ഥ്യങ്ങൾ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് മാത്രമേ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നത്? കാരണം അയാളുടെ ആങ്കർ എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തെ നങ്കൂരമിട്ടിരിക്കുന്നത് ചില അഗാധമായ ചില അനുഭവങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് ഈ വഞ്ചി ഉലയുമ്പോൾ നമ്മളെ സുരക്ഷിതമായിട്ട് നിലനിർത്താനുള്ള, സ്വസ്ഥതയെ നിലനിർത്താനായിട്ടുള്ള, ശാന്തതയിൽ ഉറങ്ങാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ആങ്കറാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഒരു വഞ്ചി ഉലയുമ്പോൾ നമ്മളതല്ല, നമുക്ക് അത്രയും കാര്യമായ ചില നങ്കൂരങ്ങളില്ല എന്നൊക്കെ തോന്നിക്കുന്ന മട്ടിലാണ് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. യുദ്ധകാലത്ത് ഒരു പുരോഹിതനെ വിളിച്ചിട്ട് ഒരു സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് യുദ്ധമുഖത്തിലാണ്, അയാളെ ഓർത്തിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ കുറേ സംസാരിച്ചതിന് ശേഷം ആ പുരോഹിതൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിൻ്റെ കുഞ്ഞോ? അവൻ ഉറങ്ങുന്നുണ്ട്. എന്താ കാര്യം? അവൻ എൻ്റെ കരവലയത്തിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം അവളോട് പറയുന്നുണ്ട്, നിൻ്റെ കുഞ്ഞ് നിൻ്റെ കരവലയത്തിൽ ഉറങ്ങുന്ന കണക്ക് സ്വസ്ഥമായിട്ട് നീ വിശ്വസിക്കുന്ന ആ പരാശക്തിയുടെ കരവലയത്തിൽ ഉറങ്ങാനായിട്ട് ഒന്ന് മനസ്സിനെ പരിശീലിപ്പിക്കുന്ന നല്ലതല്ലേ? ഈ മുതിർന്നവർ അനുഭവിക്കുന്ന ആകുലതകളിൽ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, കുഞ്ഞുങ്ങളാണ് ഏറ്റവും നല്ല പാരബിള്. അവർ നമ്മളെ കുറേ കൂടി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവർ നമ്മളെ കുറേ അധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ നമ്മൾ ആരെ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നു. ആ ട്രസ്റ്റ് പോലും ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ക്രിസ്തു ഇങ്ങനെ വഞ്ചിയുടെ അണിയത്ത് കിടന്ന് ഉറങ്ങുന്നുള്ളത് തന്നെയാണ് ആ സമാധാനത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു മുഹൂർത്തം. അത്തരം ചില മനുഷ്യരുള്ളപ്പോൾ ചുറ്റുപാടും സമാധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടി നിലവിളിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ക്രിസ്തു ഇങ്ങനെ മിഴി തുറന്നു, എന്നിട്ട് ക്രിസ്തു കടലിനെയും കാറ്റിനെയും ഒക്കെ ശാന്തമാക്കിയ. ഇത്തരം ചില മനുഷ്യരുടെ അഭാവത്തിലാണ് നമ്മുടെ ജീവിതം ഭീതിജനകമായിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മുടെ കൂടെ വസിക്കുന്ന മനുഷ്യർ ഈ സമാധാനം അനുഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ നമ്മുടെ സമാധാനക്കേടുകളെ അതിൻ്റെ ഏറ്റവും പരമാവധി മാരകമാക്കി മാറ്റുകയും ചെയ്യുന്നുള്ളത് ഒരു മോശപ്പെട്ട വിചാരം. അമരത്തുള്ള ക്രിസ്തുവിൻ്റെ ഉറക്കം പ്രതീക ഭംഗിയുള്ള ഒരു സംഭവമാണെങ്കിൽ കൃത്യമായ ജീവിതത്തിൽ ക്രിസ്തു പ്രതികരിക്കുന്ന ഒരു രീതി കൂടി ഇതിൻ്റെ കൂടെ വായിക്കുന്നത് നല്ലതാണ്. തോട്ടത്തിൽ വെച്ചാണ് നമുക്കറിയാം ഒരാളെ പിടിക്കാനായിട്ട് ഒരു സംഘം ആൾക്കാർ വരികയാണ്. ഇങ്ങനെ ഒരു ക്രിസ്തു തന്നെ ചോദിക്കുന്ന കണക്ക്, ഒരു കുറ്റവാളിയെ പിടിക്കാൻ മട്ടിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വരുന്നത്? നിറയെ പന്തങ്ങളും കയ്യിൽ വാളുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവനെ തേടി വരികയാണ്. പക്ഷെ ആ ഒരു മുഴുവൻ തോട്ടത്തിലെ ഇൻസിഡൻറ്റുകളിലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തു പുലർത്തിയ സ്വാസ്ഥ്യം ഇങ്ങനെ അപാര ഗരിമയുള്ളതാണ്, അപാര ഭംഗിയുള്ളതാണ്. ഓരോ കാര്യങ്ങൾ ആൾക്കൂട്ടവും പട്ടാളക്കാരും അവനെ തേടി വരുമ്പോൾ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? ക്രിസ്തു അവർ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആരെ അന്വേഷിച്ച് വരുന്നു? അവർ പറഞ്ഞു, നസ്രത്തുകാരനായ ഈശോയെ. ക്രിസ്തു പറഞ്ഞാൽ ഞാൻ തന്നെ. ചരിത്രത്തിൽ എവിടെങ്കിലും ഒരാൾ തൻ്റെ വിധിയിലേക്ക് ഇത്രയും തലയുയർത്ത് നടന്നു പോയിട്ടുണ്ടോ? എങ്ങും ഉണ്ടാവില്ല. കുറ്റവാളി പറയുകയാണ്, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഞാൻ തന്നെ. എന്നിട്ട് ചുറ്റും നിൽക്കുന്ന എൻ്റെ സ്നേഹിതരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെ പോകാൻ അനുവദിക്കുക. ഇവരോട് പുലർത്തുന്ന മുഴുവൻ കാര്യങ്ങൾക്കകത്തും ക്രിസ്തു എന്തൊക്കെ സംയമനം ജീവിതത്തിൽ പുലർത്തിയിരുന്നു, എന്തൊക്കെ സ്വാസ്ഥ്യം ക്രിസ്തു അനുഭവിച്ചിരുന്നു, അതൊക്കെ ഈ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ മണിക്കൂറുകളും പുലർത്തുന്നുണ്ട്. ചുറ്റുമുള്ള ശിഷ്യർ അത്ര ഈ പറഞ്ഞ ശാന്തിയുടെ ഒരു പ്രതലത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ല. വഞ്ചി ഉലഞ്ഞാലുടനെ ഉലയുന്ന മനുഷ്യരാണ് അവർ. പത്രോസ് ഉലയുന്നുണ്ട്. പത്രോസ് തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു വാളെടുത്തിട്ട് ഒരാളെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഈ ക്രിസ്തു ഭൂമി ഈ മുഴുവൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ദൂതെന്ന് പറയുന്നത് ഈ അഹിംസയുടെ ദൂത. ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്ത കൊണ്ട് പോലും ഒരാളെ ഹിംസിച്ചുകൂടെന്ന് പഠിപ്പിച്ചിരുന്ന ആളാണ്. എന്നിട്ട് ഈ പ്രത്യേക നിമിഷത്തിൽ ക്രിസ്തു പഠിപ്പിച്ച അത്തരം പാഠങ്ങളൊന്നും ഇയാൾക്ക് കൂട്ടായിട്ട് വരുന്നില്ല. കാരണം അയാളൊക്കെ മറന്നു പോകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചാണൊക്കെ വഞ്ചി ഉലഞ്ഞാൽ ഉടനെ ഉലയുന്ന മനുഷ്യരാ. പക്ഷെ വഞ്ചി ഉലയുമ്പോഴും ഉലയാത്തൊരു മനുഷ്യൻ എപ്പോൾ ഉണ്ട്. അവിടെ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. ഒന്നിങ്ങനെ പഠിപ്പിക്കുക, രണ്ട് സൗഖ്യപ്പെടുത്തുക എന്നുള്ള രണ്ട് കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. മരണവുമായിട്ട് ഒരു 10-12 മണിക്കൂർ അകലമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ പീറ്ററിനോട് പറയുകയാണ്, പീറ്ററെ, വാളെടുത്തവരൊക്കെ വാളാൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത്. ഇതൊന്നിനും ഒരു പരിഹാരമല്ല, വാളൊന്നിനും പരിഹാരമല്ല. നാട്ടിൻപുറത്തെ കവലച്ചട്ടമ്പി തൊട്ട് ഇന്റർനാഷണൽ ഡെസ്പോട്ടുകൾ വരെ ഒടുങ്ങിയിട്ടുള്ളത്
വാൾമുനയിലാണ്. എവിടെയൊക്കെ വാൾ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ഹിംസയിൽ അവസാനിച്ചിട്ടുള്ളൂ. കാറ്റ് ഉതച്ചിടത്തൊക്കെ ആ കൊടുങ്കാറ്റ് മനുഷ്യൻ കൊയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യമായൊരു പാഠം. ഒരുപക്ഷെ എല്ലാ കാലങ്ങളിലും എവിടൊക്കെ ഇങ്ങനെ സംഘർഷമുണ്ടാകുമ്പോൾ, എവിടൊക്കെ അസമാധാനം ഉണ്ടാകുമ്പോൾ, എവിടൊക്കെ യുദ്ധമുണ്ടാകുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്ന ആ വാക്ക് വരുന്നത് ഈ പറഞ്ഞ അവസാനത്തെ ക്ലാസ് മുറിയിൽ നിന്നാണ്. പിന്നെ ആ നിലത്ത് വീണ ആ ചെവിത്തൊണ്ടെടുത്തിട്ട് ഈ മനുഷ്യൻ്റെ കാതോട് ചേർത്ത് വെച്ച് അവന് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. രണ്ട് കാര്യങ്ങൾ, ടീച്ചിങ് ആൻഡ് ഹീലിംഗ്. അതിങ്ങനെ അവസാനത്തോളം ക്രിസ്തു തുടരും. ഇതാണ് ഒരാൾ സമഗ്രതയിൽ അനുഭവിക്കുന്ന സ്വസ്ഥം എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുള. ഈ സമാധാനത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ളതാണ് നമുക്കുള്ള ക്ഷണം. അതുകൊണ്ടൊക്കെയാണ് കൂടാരത്തിരുന്നാളിൻ്റെ അന്ന് ക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. ക്രിസ്തുവിനെ കണക്കൊരു ഗുരുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ തങ്ങളുടെ ധ്യാനത്തിന് വേണ്ടി വെക്കേണ്ട ഒരു വരിയാണിത്. വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. നിങ്ങൾ ആ പരമചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നദിയായിട്ട് മാറും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്കും വല്ലാത്ത ശാന്തി ഉണ്ടാകും, വല്ലാത്ത സ്വസ്ഥത ഉണ്ടാകും. അപ്പം അതിന് നിശ്ചയമായിട്ടും ഇയാളുമായിട്ട് ചേർന്ന് നിൽക്കണം, ഈ ഗുരുപാദങ്ങളുമായിട്ട് നമസ്കരിച്ച് നിൽക്കണം. അത്തരമൊരു ശാന്തിയുടെ ദൂത് കൊടുക്കാനായിട്ടുള്ള ബലം നമുക്കൊക്കെ ഉണ്ടാവട്ടെ. എവിടെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ മനുഷ്യർക്ക് കണ്ണുപൂട്ടി തങ്ങളോട് തന്നെ പറയാവുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ ചങ്കിൽ നിന്ന് ഈ ശാന്തിയുടെ നദി ഒഴുകുന്നുണ്ട്. ചുറ്റിനും സമാധാനം പരക്കട്ടെ. ഒക്ടോബർ ഒരു വലിയൊരു സമാധാന ദൂതൻ്റെ ഓർമ്മയാണ്. ഒക്ടോബർ 4 അസീസിലെ ഫ്രാൻസിസിൻ്റെ ഓർമ്മയാണ്. ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായൊരു സമാധാന പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പീസ് പ്രയർ ഓഫ് ഫ്രാൻസിസ്. ദൈവമേ എന്നെ ശാന്തിയുടെ ഉപകരണമാക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന. എല്ലായിടങ്ങളിലും മതവർഗ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യർ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഫ്രാൻസിനോടൊപ്പം ചേർന്ന് പിന്നെ മറ്റൊരു സമാധാന ദൂതനുണ്ടല്ലോ, ഗാന്ധിജിയുടെ ഓർമ്മയൊക്കെ ഈ ഒക്ടോബറിലാണ്. മദർ തെരേസയുടെ ഓർമ്മ വരുന്നത് ഒക്ടോബറിലാണ്. ഇങ്ങനെ കുറേ അധികം ശാന്തിക്ക് വേണ്ടി നിലകൊണ്ട മനുഷ്യരുടെ ഓർമ്മപ്പെടുത്തലുമായിട്ട് ഈ ഒക്ടോബർ വരുമ്പോൾ നമുക്ക് ക്രിസ്തു സമ്മാനിച്ച ആ സമാധാനം അനുഭവിക്കാനും കൈമാറാനും കഴിയട്ടെ എന്ന് പരസ്പരം ആശംസിക്കാം. വരട്ടെ ആ കാലം. ഏഷ്യ 65 ഒടുവിൽ നമ്മൾ വായിക്കുന്ന കണക്ക് ചെന്നായും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് മേയുന്ന കാലം, സിംഹം വൈക്കോല് തിന്നുകയും പാമ്പ് പൊടി മാത്രം തിന്നുകയും ചെയ്യുന്ന കാലം, ഉപദ്രവമോ ക്ലേശമോ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ആ കാലം വരട്ടെ. ഈ രാത്രിയിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃതം ഇതാണ്. ഭൂമിയുടെ എമ്പാടുമുള്ള അശാന്തിയിൽ പൊള്ളുന്ന മൂർധാവുള്ള മനുഷ്യരെ നെറ്റിത്തടം ചുംബിച്ചുകൊണ്ട് ആശഗുരുക്കന്മാർ ചെയ്തിരുന്ന കണക്ക് 8 ദിക്കുകളെയും നോക്കി ഇങ്ങനെ ഉരുവിടുക, ശാന്തി ശാന്തി ശാന്തി. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.